തിരുവനന്തപുരം കാട്ടാക്കടയിൽ 15-കാരനെ കാറിടിച്ചു കൊന്ന കേസിൽ പ്രതി പ്രിയരഞ്ജന് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ. തടവിന് പുറമെ 10 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. തിരുവനന്തപുരം 6ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2023 ഓഗസ്റ്റ് 30-നാണ് സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന ആദിശേഖരനെ പ്രതി കാറിടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തിയത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, ശിക്ഷയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, തിരുവനന്തപുരം ജില്ലയെ ആകെ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു കേസായിരുന്നു 15-കാരൻ ആദിശേഖറിന്റെ കൊലപാതക കേസ്. ആ കേസിലാണ് അല്പസമയം മുമ്പ് തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. പ്രതി പ്രിയരഞ്ജന് ജീവപര്യന്തം കഠിന തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. 2023 ഓഗസ്റ്റ് 30-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. ഫുട്ബോൾ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ആദിശേഖർ സൈക്കിളിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അവിടെ കാത്തുനിന്ന പ്രതി പ്രിയരഞ്ജൻ തന്റെ ഇലക്ട്രിക് കാറ് ആദിശേഖറിന്റെ സൈക്കിളിനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ആദിശേഖറിന്റെ ശരീരത്തിന് മുകളിലൂടെ ഓടിച്ച് കയറ്റുകയായിരുന്നു. ഈ ഒരു കൊലപാതകം നടത്താൻ പ്രിയരഞ്ജന് പ്രകോപനമായത് അതിനും ഒരു മാസം മുമ്പ് പ്രിയരഞ്ജൻ ഈ കാട്ടാക്കടയിലെ ഈ ആദിശേഖറിന്റെ വീടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മതിലിൽ മൂത്രമൊഴിച്ചിരുന്നു. ഇത് ആദിശേഖർ ചോദ്യം ചെയ്തു. അത് പ്രതിക്ക് പ്രകോപനമായി. അതിനുശേഷം പ്രതി ഒരിക്കൽ ആദിശേഖറിന്റെ കൈ പിടിച്ച് തിരിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പക മനസ്സിൽ സൂക്ഷിച്ച് ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമാണ് ഈ കൊലപാതകം നടത്തിയത്. ഈ കേസ് അപകട മരണം എന്ന രീതിയിൽ പോകുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കയ്യൊപ്പം എന്നൊക്കെ പറയുന്നത് പോലെ CCTV ദൃശ്യമാണ് ഈ കേസിൽ നിർണായകമായത്. ആ CCTV ദൃശ്യത്തിൽ കൃത്യമായി ആദിശേഖറിനെ കാത്ത് പ്രതി ഈ കാറുമായി വെയിറ്റ് ചെയ്യുന്നതും അതിനുശേഷം ആദിശേഖർ വരുമ്പോൾ അമിത വേഗത്തിൽ കാറ് ഓടിച്ച് കയറ്റുന്നതും ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. വിചാരണ സമയത്ത് കോടതി തന്നെ ഈ ദൃശ്യങ്ങൾ കണ്ട ശേഷം താൻ ആ കൊലപാതകം നേരിട്ട് കാണുന്നൊരു ഫീലാണ് ഉണ്ടായത് എന്നാണ് കോടതി നിരീക്ഷിച്ചത്. ഏതായാലും ആ കേസിലാണ് ഇപ്പോൾ സുപ്രധാനമായ വിധി വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ആ കേസിൽ ഏറ്റവും പ്രധാനമായ തെളിവ് ഈ CCTV ദൃശ്യങ്ങൾ തന്നെയായിരുന്നു. അതിനുശേഷം ഇന്ന് ശിക്ഷയിന്മേലുള്ള വാദം നടന്നു. അതിൽ പ്രോസിക്യൂഷൻ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് കോടതി പരിഗണിക്കണമെന്നുള്ളൊരു വാദമാണ് മുന്നോട്ട് വെച്ചത്. അതിന് കാരണം 15 വയസ്സുള്ള ഒരു കുട്ടിയാണ് ആദിശേഖർ. മാത്രമല്ല പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു. ഒരുപാട് ഭാവി സാധ്യതകളുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടിയെയാണ് കുടുംബത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്തത്. അതുകൊണ്ട് ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണം എന്നുള്ള ഒരു വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ആ രീതിയിൽ കാണാൻ കോടതി അതിനെ കണ്ടില്ല. പകരം ജീവപര്യന്തം കഠിന തടവ് ശിക്ഷയാണ് നൽകിയത്. മോത്തി, ശരി അനന്തൻ. ഏതായാലും ജീവപര്യന്തം ശിക്ഷയാണ് പ്രതിക്ക് ഈ കേസിൽ നൽകിയിട്ടുള്ളത്. നമ്മളെ മലയാളികളെയൊക്കെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. 15 വയസ്സുകാരനായ ഒരു കുഞ്ഞിനെയാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത്. അനന്തകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.